ഇറാൻ, സൗദി അറേബ്യ, ചൈന ത്രിപക്ഷ ചർച്ച തെഹ്റാനിൽ ആരംഭിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന വിഷയമാണ് മൂന്ന് രാഷ്ട്രങ്ങൾ സംയുക്തമായ രീതിയിൽ ചില നിലപാടുകൾ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത്. അതിൽ ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് പങ്കാളിത്തമുള്ള രാജ്യമാണ് ഈ പറയുന്ന ഇറാനും സൗദി അറേബ്യയും ചൈനയും. അവർ ചിലത് പ്രത്യക്ഷത്തിലും ചിലത് അപ്രത്യക്ഷമായിട്ടും സഹായിക്കുന്നു എന്നുള്ളതാണ് അനുമാനം. ഇറാൻ നേരിട്ടുണ്ട്, സൗദി അറേബ്യ നേരിട്ടില്ല, ചൈന നേരിട്ടില്ല. എന്നാൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സഹായങ്ങൾ പലതരത്തിലും ഉണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ മൂന്ന് പേരും ഒരുമിച്ച് കൊണ്ടുള്ള ചർച്ചയാണ് തെഹ്റാനിൽ ആരംഭിച്ചത്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 2023 ബെയ്ജിംഗ് കരാർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു രൂപമുണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് സൗദി അറേബ്യയും ചൈനയും തമ്മിൽ അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ബെയ്ജിംഗ് കരാർ എന്നാണ് പറഞ്ഞത്. 2023 ആ കരാർ വ്യവസ്ഥ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പ്രധാനമായി ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൽ പക്ഷേ ഇറാൻ അതിൽ ഇടപെടേണ്ട കാര്യമില്ല, പക്ഷേ ഇറാൻ അതിലുണ്ട് എന്ന് പറയുമ്പോൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയ വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാനമായിരിക്കുന്ന ചർച്ച അതിന് തുടർച്ചയായിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അതിൽ ഇറാനിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ്. ഇറാൻ സൗദി അറേബ്യൻ ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്നുള്ളത് ഇതിൻ്റെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. അതിന് ചൈന മധ്യസ്ഥത വഹിച്ചുകൊണ്ടാണ് ഇറാനും സൗദിയും തമ്മിലുള്ള പ്രശ്നം കഴിഞ്ഞ വർഷം അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർ ചലനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിന് ചൈന മധ്യസ്ഥത വഹിക്കും, അല്ലെങ്കിൽ ചൈന ആ വിഷയമായിട്ട് ഇടപെട്ട് സംസാരിക്കും എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ, പ്രാദേശിക, ഈ സാങ്കേതികപരമായിരിക്കുന്ന വിഷയങ്ങളെല്ലാം ആ ചർച്ചയോടനുബന്ധിച്ച് ഉണ്ടാകും എന്നും പറയുന്നു. യമൻ, ലബനാൻ, സിറിയ, പാലസ്തീൻ വിഷയങ്ങൾ ഇത് എന്താണ് എന്നുള്ളതും പരിഹാരങ്ങൾ എന്താണ് എന്നുള്ളതും ഇതിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളും ചർച്ചയിൽ പ്രധാനമായിട്ട് വരുന്ന വിഷയമാണ്. ഈ നാല് രാജ്യങ്ങളും, യമനാണെങ്കിലും ലബനാനാണെങ്കിലും സിറിയ ആണെങ്കിലും ഫലസ്തീൻ ആണെങ്കിലും, നാലും മുസ്ലിം രാജ്യമാണ്. അതിൽ മുഴുവൻ ഇസ്രായേൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ മുഴുവൻ ഈ ഇടപെട്ടതിലൊക്കെ അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ കാണാത്ത ഒരു താല്പര്യങ്ങളും ഒരു നിലപാടുകളും ഇസ്രായേലുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ, അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിലെ ആഭ്യന്തര വിഷയങ്ങളെല്ലാം അമേരിക്കക്ക് താല്പര്യം കാണുന്നുണ്ട് എന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നാമ്പുറം എന്നുള്ളത് ഈ ചർച്ചാ സംബന്ധമായ കാര്യത്തിൽ സൂചന നൽകും എന്നും പറയപ്പെടുന്നു. ഇസ്രായേൽ ആക്രമിച്ചാലുള്ള പ്രത്യാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇനി ഭാവിയിൽ ഒരു ആക്രമണം തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇറാന് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നതെങ്കിൽ ഏത് രീതിയിലാണ് അതിനെ പ്രതിരോധിക്കുക എന്ന തരത്തിലും പ്രധാനമായിരിക്കുന്ന ചർച്ച വരാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ അമേരിക്കൻ കാടത്തം ഇത് കൂട്ടിക്കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ത്രിപക്ഷ ചർച്ച തെഹ്റാനിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചില മീഡിയകളൊക്കെ ഇതിന് ഹെഡ്ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. റഷ്യയും ചൈനയും ഇറാനും ഇന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവങ്ങളിലൊക്കെ വലിയ പങ്ക് വഹിക്കുന്നതാണ്. അതിനപ്പുറം ചില രാഷ്ട്രീയ നിരീക്ഷണവും അതോടൊപ്പം തന്നെ ചില മീഡിയ ചർച്ചയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പറയുന്നു: ഒരു മൂന്നാം ലോക യുദ്ധത്തിന് പുതിയൊരു ചേരി ലോകാടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച്, അത് രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ആ യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ 2025 നിലപാടുകൾക്കും വളരെ വ്യത്യാസമുണ്ട്. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും സംയുക്തമായി ചേർന്നുകൊണ്ടും ബ്രിട്ടനും അമേരിക്കയും റഷ്യ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ, ഫ്രാൻസും പിന്നീട് ചൈനയും ചേർന്നുകൊണ്ടുള്ള യുദ്ധമാണ് രണ്ടാം ലോക യുദ്ധം എന്ന് പറയുന്നത്. അതിൽ ജർമ്മനിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രാധാന്യമായി ചർച്ച ചെയ്തത്. അവിടെയാണ് അഡോൾഫ് ഹിറ്റ്ലർ നേതൃത്വം നൽകിയത്, ഇറ്റലിക്ക് മുസോളിനി നേതൃത്വം നൽകി, ജപ്പാൻ ഹിരോയിറ്റോ എന്ന് പറയുന്ന അവിടുത്തെ രാജാവ്, കിങ് ആണ് അവിടെ ഭരിക്കുന്നത്, അയാൾ നേതൃത്വം നൽകി. അമേരിക്കക്ക് അന്ന് നേതൃത്വം നൽകിയത് റിസോൾട്ട് ആയിരുന്നു. UK നേതൃത്വം നൽകിയ വിൻസ്റ്റൺ ചർച്ചിൽ, റഷ്യക്കാണെങ്കിൽ സ്റ്റാലിൻ. അപ്പോൾ ഇവിടെ ഇത് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം, അന്ന് രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളും അവരുടെ താല്പര്യങ്ങളും നയങ്ങളും നിലപാടുകളും 2025 കാലഘട്ടത്തിൽ നോക്കുന്ന സമയത്ത് വലിയ വ്യത്യാസമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അഥവാ
ശത്രുപക്ഷത്ത് നിന്ന ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ഏറെക്കുറെ ഇപ്പോൾ അമേരിക്കൻ പക്ഷത്തിലേക്ക് മാറിയിരിക്കുന്നു. അവർ ഒന്നിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയുന്നതിനെ കൊണ്ട് തെറ്റൊന്നുമില്ല. അമേരിക്കയുടെ ആശയങ്ങളും നയനിലപാടിനോടൊപ്പം പിന്തുണക്കുന്ന രാജ്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ശത്രുപക്ഷത്തുള്ള ജർമ്മനിയും ജപ്പാനും കൂടെ ഇറ്റലിയും മാറിയിരിക്കുന്നു. എന്നാൽ രണ്ടാം ലോക യുദ്ധത്തിൽ നേതൃത്വപരമായിരിക്കുന്ന പങ്ക് വഹിച്ച സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ പിരിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഫ്രാൻസിൻ്റെ നിലപാട് ഏറെക്കുറെ അമേരിക്കക്ക് അനുകൂലമാണെങ്കിലും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചൈന ഇപ്പോൾ അമേരിക്കൻ വിരുദ്ധ ചേരിയിലാണ്. പുതിയ ഈ ഉദയങ്ങൾ, പുതിയ ചില രാഷ്ട്ര ഉദയങ്ങൾ മൂന്നാം ലോക യുദ്ധത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അതിലൊന്ന് ഇസ്രായേലാണ്, മറ്റൊന്ന് ഇറാനാണ്. ഒന്നും രണ്ടും ലോക യുദ്ധത്തിൽ പങ്കെടുക്കാത്ത രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നതും ഇസ്രായേൽ എന്ന് പറയുന്നതും. ഒരു മൂന്നാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ ഇതിൽ പങ്കാളിത്തം വഹിക്കും എന്ന് മാത്രമല്ല, നേതൃത്വമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്നതിൽ ഇറാൻ്റെ പേരുണ്ടാകും എന്നുള്ളതാണ്. റഷ്യ, ചൈന, ഇറാൻ, കൊറിയ, ഈ തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. മൂന്നാം ലോക യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് അമേരിക്കയുടെ തൊട്ടുപിറകിലായിട്ട് ഇസ്രായേൽ ഉണ്ടാകും എന്നുള്ളതും ദൃശ്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, എല്ലാ ചർച്ചകളും ഇപ്പോൾ നടക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ലോകോത്തര നിലവാരമുള്ള ചർച്ചകളെല്ലാം ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന വിഷയമായിട്ട് എടുക്കുന്നത് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഫലസ്തീൻ ഒരു മൂന്നാം ലോക യുദ്ധത്തെ നിർമ്മിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. കാര്യം അതിൻ്റെ രാഷ്ട്രീയമായിരിക്കുന്ന വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ സാധിക്കാത്ത വിധം അത് വലിയ രീതിയിലുള്ള ആഘാതമായിട്ട് മാറിയിരിക്കുകയാണ്. ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിധവും ആരും ഇടപെട്ടാൽ തീരാത്ത വിധത്തിലുമാണ് ഇപ്പോഴത്തെ ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതിൻ്റെ ഓരോരോ ഭാഗത്തിൻ്റെ തുടർച്ച, അതായത് ആ യുദ്ധത്തിന് ഫലസ്തീന് സ്വാതന്ത്ര്യം കിട്ടണം എന്ന് ഉറക്കെ പറഞ്ഞതിൽ ഇറാൻ ഒന്നാം സ്ഥാനത്താണ്. ആ ഇറാൻ്റെ നയത്തിനോടും നിലപാടിനോടും ആദ്യാദ്യ ഘട്ടങ്ങളിലൊന്നും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളൊന്നും വലിയ അനുകൂലമായിരിക്കുന്ന നിലപാടുകളൊന്നുമില്ലായിരുന്നു. പിന്നീട് അത് 2023 കഴിഞ്ഞു, 24-ൻ്റെ അവസാനം എത്തിയതോടുകൂടിയും 25-ൻ്റെ ആദ്യം എത്തിയതോടുകൂടിയും രീതികൾക്ക് മാറ്റം വന്നു. അത് ഈ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളാണെങ്കിലും അമേരിക്കൻ ഐക്യനാടുകളാണെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളാണെങ്കിലും ഓരോരുത്തരും ഫലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാട് പറഞ്ഞു എന്നല്ല, ഇറാൻ്റെ നയത്തിനോടും നിലപാടിനോടും ഒപ്പം ചേർന്ന് നിൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇപ്പോൾ സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം, സൗദി അറേബ്യയും ഇറാനും ഒന്നിക്കാൻ പാടില്ലാത്ത രാജ്യമാണെന്ന് എല്ലാ കാലത്തും ഉറക്കെ പറഞ്ഞിരുന്ന രാജ്യങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും. അതിൽ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം, രണ്ട് ശക്തികൾ ഇവിടെ ഒന്നിക്കാൻ പാടില്ല. ഒന്ന്, ധൈര്യവും യുദ്ധതന്ത്രവും യുദ്ധശാലികളും ആയുധവുമുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അവർ സ്വന്തമായ രീതിയിൽ ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കിയ ആയുധങ്ങൾ പ്രയോഗിക്കാൻ പറ്റും. യുദ്ധവും മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അവർക്ക് സന്തോഷമാണുള്ളത്, അവർക്കത് പ്രശ്നമുള്ള കാര്യമല്ല. അതാണ് ഇറാനെക്കുറിച്ച് വിലയിരുത്തൽ. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ആയുധവും യുദ്ധവുമായിട്ട് അതേപോലെ യുദ്ധ സംവിധാന കാര്യങ്ങളൊന്നും ഇല്ലാത്ത രാജ്യമാണ്. പക്ഷേ അവിടെ സാമ്പത്തിക മുന്നേറ്റം വളരെ വലുതാണ്. അപ്പോൾ ഈ സാമ്പത്തിക മുന്നേറ്റമുള്ള രാജ്യവും ആയുധ മുന്നേറ്റമുള്ള രാജ്യവും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല. സമ്പത്ത് അതിൻ്റെ രീതിയിലൂടെ നീങ്ങണം. അവിടെ ആയുധപരമായിരിക്കുന്ന ബലവും ശക്തിയും തീരെ കുറവായിട്ട് നിലനിൽക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക രംഗം വലിയ തകർച്ചയിലാണ്. അവിടുത്തെ കറൻസിയുടെ മൂല്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഒരു ഇറാൻ്റെ കറൻസിക്ക് ഇവിടുത്തെ ഏകദേശം 450 രൂപയോളം കിട്ടും, നമ്മുടെ ഇന്ത്യയുടെ പൈസ. ഒരു ഇറാൻ്റെ റിയാൽ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ 450 ഇന്ത്യയുടെ കറൻസി കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അതിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം. മൂല്യത്തിന് വലിയ ഇടിവുണ്ടാകുന്നു ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ മൂല്യത്തിന് വലിയ ഉയർച്ചയുണ്ട് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം. ഇത് സമ്പന്ന രാജ്യം, മറ്റൊന്ന് ആയുധ രാജ്യം. ഇത് രണ്ടും ഒന്നിക്കാതിരിക്കാൻ എല്ലാ രീതിയിലുള്ള തന്ത്രങ്ങളും പ്രയോഗിച്ച രാജ്യമാണ് അമേരിക്ക. ഏറെക്കുറെ അവർ വിജയിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രീതികൾക്ക് മാറ്റം വന്നു. 2023 ഒക്ടോബർ 7-ാം തീയതിയുള്ള ഹമാസിൻ്റെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം ചെറിയ മാറ്റങ്ങളൊന്നുമല്ല മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഉണ്ടാക്കിയത് എന്ന് ചുരുക്കം. അവിടെ ഇറാനെയും സൗദി അറേബ്യയും ഒന്നിപ്പിക്കാൻ പോലും ഈ യുദ്ധം വലിയ രീതിയിൽ പങ്കുവഹിച്ചു. ചൈന, റഷ്യ പോലുള്ള രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളിലേക്ക്, മുസ്ലിം രാജ്യങ്ങളിലേക്ക് കടന്നു കയറാനുള്ള അവസരങ്ങൾ ഇതിനുണ്ടാക്കി.
റഷ്യയും ചൈനയും അതോടൊപ്പം തന്നെ ഇറാനും ചേർന്ന് നിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായതും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇറാനും സൗദിയും ചൈനയും ത്രിപക്ഷ ചർച്ച തെഹ്റാനിൽ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപ്പോൾ ഇവർ ഒന്നിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിലെടുക്കണം. 3 രാജ്യങ്ങളും, ഇറാനാണെങ്കിലും ചൈന ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും, ഇറാനിൽ നമ്മൾ പറഞ്ഞു ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, യുദ്ധ സംവിധാന കാര്യത്തിനൊക്കെ തയ്യാറുള്ള രാജ്യം. ചൈനയും അങ്ങനെ തന്നെയാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക മുന്നേറ്റമുള്ള രാജ്യം. ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്ന പ്രധാനമായിരിക്കുന്ന വിഷയം പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ഒരു പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന യമൻ, ലബനാൻ, സിറിയ, പാലസ്തീൻ 4 മുസ്ലിം രാജ്യങ്ങളെക്കുറിച്ചാണ്. ഇതിൽ ഇവർക്കുള്ള താല്പര്യങ്ങൾ എത്രത്തോളം ഉണ്ട് അത്രത്തോളം അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാരമായിട്ട് ബാധിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ത്രിപക്ഷ ചർച്ച എന്ന് പറഞ്ഞ് തെഹ്റാനിൽ ആരംഭിച്ചിരിക്കുന്ന ഇറാൻ്റെയും സൗദി അറേബ്യയുടെയും ചൈനയുടെയും ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതീവ ഗൗരവത്തിലാണ് അമേരിക്കയും ഇസ്രായേലും എടുക്കുന്നത് എന്നാണ് നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.